കഴിഞ്ഞ ഖുതുബയിൽ ഹറാമായ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഹറാമായ സമ്പാദ്യങ്ങൾ നമ്മുടെ സമ്പത്തിൽ കലരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് വിശ്വാസികളോട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു അംബാലകും ബിൽ ബാത്തിൽ, നിങ്ങൾ അന്യായമായ ധനം നിങ്ങൾ ഭക്ഷിക്കരുത്. അതേസമയം നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ ഇല്ല അൻ തകൂന തിജാറത്തൻ അൻ തറാളിൻ മിൻകും, ഉഭയസമ്മതത്തോടുകൂടി വിൽക്കുന്നവനും വാങ്ങുന്നവനും കച്ചവടക്കാരനും കസ്റ്റമറും തൃപ്തിപ്പെട്ട് നടത്തുന്ന കച്ചവടത്തിലൂടെയല്ലാതെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി നിങ്ങൾ ഭക്ഷിക്കരുത്. വലാ തഖ്തുലു അൻഫുസകും, അങ്ങനെ ചെയ്താൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താ ചോദിച്ചാൽ നിങ്ങളെ തന്നെ കൊല്ലുകയാണ്. ഈ നിർദ്ദേശം പരിഗണിക്കാതെ വമൻ യഫ്അൽ ദാലിക ഉദ്വാനൻ വളുൽമ, ആരെങ്കിലും അതിക്രമം ചെയ്താൽ ഫസൗഫ നുസ്ലിഹി നാറ, നാം അവനെ നരകത്തിലിട്ട് കരിയിച്ചു കളയുന്നതാണ്. വകാന ദാലിക അലല്ലാഹി യസീറ, ഈ പറയുന്ന കാര്യം അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പം ഹറാമായ സമ്പാദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏതൊക്കെ വഴികളുണ്ടോ ആ വഴികളെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. അത് അടക്കാനുള്ള ജാഗ്രതയും നമുക്കുണ്ടാവും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ബൈന യദൈ സാ, അശ്റാത്തു സാഅത്ത് ഇങ്ങനെ പറയുന്നതിനിടയിൽ അന്ത്യനാളിന് മുമ്പ് സംഭവിക്കാൻ സാധ്യതയുള്ള ഭവിഷ്യത്തുകൾ എണ്ണി പറയുന്നു. അതിലൊരു കാര്യം പറയുന്നത് സിനൂന ഖദ്ദാ, മാരകമായ തട്ടിപ്പിൻ്റെ ഒരു കാലങ്ങളുണ്ടോ. ഖദ്ദാ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വഞ്ചനല്ല, തട്ടിപ്പ് ഇങ്ങനെ ഒരു നോർമലൈസ് ചെയ്യണ കാലം, നേരാ ചൊവ്വ സമ്പാദിക്കാൻ കഴിയാത്ത അവസ്ഥ. അന്ന് എന്താണ് സംഭവിക്കുക? യുഹ്തമു ഫീഹൽ അമീൻ വയുക്തമനു ഫീഹൽ മുത്തഹിം, വിശ്വസ്തനായ ഒരാളെ ഒന്നിനും കൊള്ളാത്ത കാലം, ചതിയനും വഞ്ചകനും തട്ടിപ്പുകാരനുമായ ആളുകൾ കൂടുതൽ പരിഗണന കിട്ടുന്ന കാലം. അതാണ് ഖദ്ദാ എന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള സമ്പാദ്യങ്ങളുണ്ട്. കഴിഞ്ഞ സൂചിപ്പിച്ചതുപോലെ ഹറാമായ സമ്പാദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് കാര്യമുണ്ട്. ഹറാമ് സമ്പാദിക്കാൻ സാധ്യതയല്ല, നിക്ഷേപത്തിലൂടെ ഹറാമിലേക്ക് പോകാൻ സാധ്യതയല്ല ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്താൻ പാടില്ല. അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മൾ ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം. ഇപ്പൊ ഷെയർ മാർക്കറ്റിൽ ആളുകൾ നിക്ഷേപിക്കാറുണ്ട്. ഇപ്പൊ കമ്പനി നടത്തുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മൾ നിക്ഷേപിച്ച കമ്പനി, അതിൻ്റെ നിർമ്മാണം, സേവനങ്ങൾ, സർവീസ്, ഇതെല്ലാം ഇസ്ലാം അനുവദിച്ചതായിരിക്കണം, എങ്കിലേത് ഹലാലാവും. ഇപ്പൊ കൃഷി, IT, വ്യവസായം അടിസ്ഥാനപരമായി ഹലാലാണ്, ഹറാമായതുണ്ടെന്ന് മാത്രം. ലാഭവും നഷ്ടവും പങ്കുവെക്കാൻ കഴിയണം. അതൊരു കച്ചവടത്തിന്റെ ബേസാണ്. പൈസ കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഇഷ്ടം പോലെ കൊടുക്കും. പൈസ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ തമ്മിൽ ലഹളമുണ്ടാവും. കച്ചവടത്തിന്റെ ബേസ് എന്താണ്? എന്തിനാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്, ലാഭത്തിന് അതിന് പങ്കാളിയാവുന്നത് പോലെ തന്നെ നഷ്ടത്തിനും നമ്മൾ എന്ത് ചെയ്യണം? പങ്കാളികളാവണം. മൂന്നാമത്തത് പലിശയുടെ ഇനങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡിൽ കമ്പനിയുടെ ഒരു തരത്തിലുള്ള പലിശയും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ആർക്കാണ്? പണം നിക്ഷേപിക്കുന്ന, പണത്തിന്റെ കൈകാര്യകർത്താവായ ആൾക്കാർ. അപ്പൊ ഇതില്ലെങ്കിൽ, ഈ കാര്യങ്ങളിലാണെങ്കിൽ ഒരാൾക്ക് ഷെയർ മാർക്കറ്റിൽ എന്ത് ചെയ്യാം? പണം നിക്ഷേപിക്കാം. അങ്ങനത്തെ വെഞ്ചറുകൾ ലോകത്ത് ധാരാളമുണ്ട്. അതേസമയം ഹറാമായ കാര്യങ്ങളിലാണ്
അല്ലെങ്കിൽ ഹറാമും ഹലാലും കൂട്ടിക്കുഴച്ചതാണെങ്കിലും അതിലെന്ത് ചെയ്യാൻ പാടില്ല, നിക്ഷേപിക്കാൻ പാടില്ല. മദ്യത്തിന്റെ ബാർ ഹോട്ടലുണ്ട്, ബീവറേജ് ഉണ്ട്, കൂട്ടത്തിൽ കച്ചവടമുണ്ട്, ഹലാലായ കച്ചവടമുണ്ട്, മിക്സഡ് ആണ്. അപ്പൊ നിങ്ങളുടെ സമ്പാദ്യം ഇതിലേതിൽ പോകാനും സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിക്ഷേപിക്കാൻ പാടില്ല. കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞു ശുബ്ഹാത്ത്, സംശയമുള്ളതുണ്ടെങ്കിലും പണം എന്ത് ചെയ്യരുത്, നിക്ഷേപിക്കാൻ പാടില്ല. രണ്ടാമത്തത് നമുക്കറിയാം, പലിശ, റിബ, മൈസർ, ഗറർ. ഈ മൂന്ന് കാര്യങ്ങളും സമ്പത്തിലുണ്ടെങ്കിൽ അത് അടിസ്ഥാനപരമായി ഹറാമാണ്. റിബ എന്താണെന്ന് വിശദീകരിക്കേണ്ടതില്ല. മൈസർ എന്ന് പറഞ്ഞാൽ ചൂതാട്ടം. ഇന്നമൽ ഖംറു വൽ മൈസറു എന്നാണ്. മദ്യം നിരോധിച്ചപ്പോൾ ചൂതാട്ടം ഒരുമിച്ചാണ് ഖുർആൻ നിരോധിച്ചത്. അപ്പൊ നമുക്ക് ലോട്ടറി പോലെയുള്ള ചൂതാട്ടങ്ങളുണ്ട്, അതല്ലാത്ത പലതരങ്ങളിലുള്ള ചൂതാട്ടങ്ങളുണ്ട്, വലിയ വലിയ ബിഗ് ഷോട്ടുകൾ നടത്തുന്ന ചൂതാട്ടങ്ങളുണ്ട്. സാധാരണ 10 രൂപേന്റെ 20 ടിക്കറ്റ് വാങ്ങണതല്ല, വലിയ വലിയ ചൂതാട്ടങ്ങളായ ഏരിയകൾ. ഗറർ ഉണ്ടാവുക. ഗറർ എന്ന് പറഞ്ഞാൽ അവ്യക്തത ഉണ്ടാവുക. കച്ചവടത്തിൽ ഊഹമുണ്ടാവാൻ പാടില്ല, അവ്യക്തത ഉണ്ടാവാൻ പാടില്ല, അനിശ്ചിതത്വം ഉണ്ടാവാനും പാടില്ല. എന്താണ് വാങ്ങണത് വിൽക്കണത് എന്ന് എല്ലാവർക്കും ഒരുപോലെ തെളിഞ്ഞ് അറിവുള്ള വ്യക്തതയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയാ, തിജാറത്ത്, കച്ചവടം എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഗററോ ചൂതാട്ടമോ പലിശയുടെ ഇനങ്ങളോ ഉള്ള ഒന്നിലും നമ്മൾ എന്തുകൊണ്ട് ചെയ്യരുത്, നിക്ഷേപിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കും മൊത്തം കമ്പനിയുടെ കടബാധ്യത തകർച്ചയിലേക്കാണ് അതിന് ഇൻഡിക്കേഷൻ നൽകുന്നെങ്കിൽ അതിലും എന്ത് ചെയ്യാൻ പാടില്ല, പണം നിക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾ പണം അന്യായമായി നഷ്ടപ്പെടുത്തലും ശിക്ഷാർഹമാണ്. നഷ്ടമുള്ള ഒരു കമ്പനിയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്, പൈസ ഇടാൻ പാടില്ല, നിക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾ തന്നാൽ ചിലപ്പോൾ ഇത് രക്ഷപ്പെടുന്നൊക്കെ ആൾ പറയും. അതിന് വേറെ സഹായങ്ങൾ ചെയ്തോളി, നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിൽ പങ്കാളികളാവരുത്, അറിഞ്ഞുകൊണ്ട് പങ്കാളികളാവരുത്. അപ്പൊ അതുകൊണ്ട് നഷ്ടമുള്ള കമ്പനിയിൽ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസ വലിച്ചെറിയുന്നതിന് തുല്യമാണ്. പൈസ അന്യായമായി നഷ്ടപ്പെടുത്തൽ എന്താണ്, ധൂർത്ത നിഷിദ്ധമായ കാര്യമാണ്. പണം അന്യായമായി ചെലവഴിക്കൽ വളരെ ഭവിഷ്യത്തുള്ള കാര്യമാണ്, പാപമാണ്. അതുകൊണ്ട് അത്തരം കമ്പനിയിൽ നമ്മൾ ഷെയർ എന്ത് ചെയ്യരുത്. അപ്പോൾ നമ്മൾ കമ്പനിയുടെ എല്ലാ കമ്പനി അതിന്റെ ട്രാക്ക് റെക്കോർഡ് പ്രദർശിപ്പിച്ച കമ്പനി ഉണ്ടാവും, സുതാര്യമായ കമ്പനികളുണ്ടാവും. അത്തരം കമ്പനികളിലാണ് നമ്മൾ. അതുപോലെ തന്നെ ഷോർട്ട് സെല്ലിംഗ് ഷെയർ മാർക്കറ്റിൽ ചില ആളുകൾ, അധികം ആളുകൾ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കൈവശമില്ലാത്ത ഷെയർ വിൽക്കുക. കൈവശമില്ലാത്ത ഷെയർ എന്ത് ചെയ്യുക, കൈവശമില്ലാത്ത ഒരു വസ്തു നമ്മൾ എന്ത് ചെയ്യരുത്, വിൽക്കാൻ പാടില്ല. അത് ഗററാണ്. കാരണം കൈവശമുള്ള സാധനമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ. അത് ഏത് ഷെയർ മാത്രമല്ല, സ്ഥലക്കച്ചവടം അങ്ങനെ തന്നെയാണ്. എന്റെ കയ്യിൽ വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വിൽക്കാൻ പാടുള്ളൂ. ഏത് കാര്യം ഉടമസ്ഥതയിലില്ലാത്തൊരു കാര്യം എനിക്ക് വിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, യഥാർത്ഥത്തിൽ ഈ ഡേ ട്രേഡിംഗ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് ഷെയർ മാർക്കറ്റിൽ. ഇന്ന് ഷെയർ നിക്ഷേപിച്ചു. സാധാരണ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് 9:15 മുതൽ 3 മണി വരെയാണ് അതിന്റെ സെല്ലിങ് സമയം എന്ന് പറയും. അതിന്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു, വിറ്റു. അതെന്റെ ഉടമസ്ഥയിൽ വന്നിട്ടില്ല. കാരണം എന്താണ്, ഞാൻ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയാൽ 24 മണിക്കൂറായാലും എന്ത് ചെയ്യുള്ളൂ, എന്റെയിലേക്ക് എന്റെ ഓണർഷിപ്പ് വരുള്ളൂ. അതിനു മുമ്പ് തന്നെ ഞാൻ വിൽക്കുക. ചിലപ്പോൾ ലാഭം കൂടുതൽ കണ്ടിട്ട് വിൽക്കണമായിരിക്കും, നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത കണ്ടു വിൽക്കായിരിക്കും. പക്ഷേ ഉടമസ്ഥതയിലില്ലാത്തൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, വിൽക്കുക. അത് ഇസ്ലാം അടിസ്ഥാനപരമായി വിരോധിച്ച കാര്യങ്ങളാണ്. ഇതിൽ ഇനിയും സൂക്ഷ്മമായ പഠനങ്ങളും കാര്യങ്ങളും, ഞാൻ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതുകൊണ്ട് ധാരാളം ഇതിലെ ഷെയറിൽ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ, പഠനങ്ങൾ, അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് ആപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. അതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ചെക്ക് ചെയ്ത് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണ് ഹലാലാണ് എന്ന് നിശ്ചയിക്കേണ്ട ബാധ്യത ആരാണോ സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന അയാളുടെ ബാധ്യതയാണ്. അദ്ദേഹം എന്നെക്കാൾ വലിയ ആളായിരുന്നല്ലോ, ദീനു ഇസ്ലാം പറയുന്ന ആളാണല്ലോ. മൂപ്പരെന്തുകൊണ്ട് പറഞ്ഞില്ല, അത് മൂപ്പരായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം,
എന്റെ സമ്പത്ത് എന്തിൽ നിക്ഷേപിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ധാരാളം ആപ്പുകളുണ്ട്. ആപ്പുകളൊക്കെ നോക്കി ഏതാണ് ശരീഅത്തായിട്ടുള്ള വെഞ്ചറുകൾ, ഏതാണ് പലിശ ഇല്ലാത്തത്, മൈസറില്ലാത്തത്, അതുപോലെ ഖററില്ലാത്തത്, ഈ കാര്യങ്ങൾ ഏതാണെന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ വിൽപ്പന പാടൂ. അതുപോലെ തന്നെ മറ്റൊരു സംഗതി നമുക്ക് പറയാം, നമ്മളൊരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അത് കൂടുതൽ ആളുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുതിയൊരു ജനറേഷൻ ആയിരിക്കും കൂടുതൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതേസമയം ഒരു കമ്പനിയിൽ ഞാൻ പൈസ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ ഉപാധിയായിട്ട് അയാൾ പറയുന്നു, എല്ലാ മാസവും 1,00,000 നീ നിക്ഷേപിച്ചാൽ എല്ലാ മാസവും 3000 രൂപ ഡിവിഡൻഡായി പ്രോഫിറ്റായി നിനക്ക് നൽകാം എന്ന് പറയുന്ന സ്ഥാപനത്തിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെ ഒരു കച്ചവടം ദുനിയാവിലില്ല. എല്ലാ മാസവും 3000 രൂപ മാത്രം ലാഭം കിട്ടുന്ന ഒരു കാര്യം ഇല്ല. അപ്പൊ എല്ലാ മാസവും തങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്ത് ലാഭവും നഷ്ടവും കണക്കാക്കി ലാഭത്തിന്റെ നിശ്ചിത വിഹിതം എന്ത് ചെയ്യാം, വിതരണം ചെയ്യാം. അത് ചിലപ്പോൾ 10,000 ഉണ്ടാവും, ചിലപ്പോൾ 1000 ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 500 ലോസ് ആയിരിക്കും. അതാര് സഹിക്കണം? നിക്ഷേപിച്ച ആള് സഹിക്കണം. ലാഭത്തിൽ മാത്രം പങ്കുപറ്റുന്ന ഒരു കച്ചവടം ഇസ്ലാമിലില്ല. നഷ്ടത്തിൽ എന്ത് ചെയ്യണം? പങ്കാളികളാവണം. ലാഭം കിട്ടുന്ന സമയത്തൊന്നും ആരും ഒരു ഇടപാടിനെ കുറിച്ച് ഒരു കംപ്ലൈന്റും പറയില്ല. 2 മാസം കിട്ടുന്ന ഡിവിഡൻഡ് മുടങ്ങുമ്പോൾ മാത്രമാണ് പൈസ തിരിച്ചു വയ്ക്കുക. തിരിച്ചു വയ്ക്കാനുള്ള അവകാശമൊക്കെ നമുക്കുണ്ട്. പക്ഷേ നഷ്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പങ്കാളിയായിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യുള്ളൂ? തിരിച്ചു വാങ്ങാൻ പാടും. അതുകൊണ്ട് നമ്മൾ മുൻ ഉപാധിയായി ഇത്ര പൈസ തരാം, അല്ലെങ്കിൽ 10,000 എല്ലാ മാസവും തരാമെന്ന് പറഞ്ഞ കച്ചവടം ഭൂമിയിൽ അങ്ങനെ ഒരു കച്ചവടം നടക്കില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ തന്നെ ബേസിക്കലി അത് കച്ചവടത്തിന്റെ എത്തിക്സിനെതിരാണ്. അത്തരം സംഗതിയിൽ കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യരുത്? നിക്ഷേപിക്കാൻ പാടില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒട്ടുമിക്ക തട്ടിപ്പുകളുടെയും ബേസ് ഇതാണ്, അടിസ്ഥാനത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ സിനൂന ഹദ്ദാ, തട്ടിപ്പുകൊണ്ട് കണ്ണ് കാണാൻ പറ്റാത്തൊരു കാലം വരും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദാ എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. അപ്പൊ അതെന്താണ്? ആളുകൾ എത്ര വാർത്ത വന്നാലും പഠിക്കൂല. പിന്നെയുണ്ട് 16 കോടി 20 കോടി. ഏതാ? പടുത്തുവിടെ മലപ്പുറം ജില്ലയിൽ ഒരാൾ പിരിച്ചിട്ടുള്ള കോടികളാണ്. അത് ഏത് സ്ഥലത്തു നിന്ന്? ഒരു 5 കിലോമീറ്റർ ലൊക്കേഷൻ നിന്ന് മാത്രം മരം മുറിച്ചു വെക്കുന്ന ഒരു ബിസിനസ്സാണ്. മരം വെക്കുന്ന ബിസിനസ്സാണ് മലപ്പുറം ജില്ലയിൽ. അപ്പൊ അതെന്താണ്? ആദ്യം 10 ആളുകൾക്ക് വന്ന ആളുകൾക്ക് നിശ്ചിത ശതമാനം എല്ലാ മാസവും എന്ത് ചെയ്യും? ലാഭം കൊടുത്തു. അപ്പൊ ആ 10 ആളുടെ സുഹൃത്തുക്കൾ വീണ്ടും അല്ല ഇങ്ങനെ കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്തു. 3-4 മാസം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഇയാള് സ്കിപ്പായി, ആളെ കാണാനില്ല, പണം നഷ്ടപ്പെട്ടു. കാരണം അങ്ങനെ ഒരു കച്ചവടം നടത്താൻ കഴിയില്ല. ഇതൊന്നല്ല, അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി സമ്പത്തിന് വളരെ വാല്യൂ നൽകിയ ആദർശമാണ് ഇസ്ലാം. അങ്ങനെ ഇങ്ങനെ കൊണ്ടേ നഷ്ടപ്പെടുത്ത്. അതുകൊണ്ടാണ് സമ്പത്ത് വിഡ്ഢികളുടെ അടുത്ത് നിങ്ങൾ കൊടുക്കരുതെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരാൾക്ക് സമ്പത്ത് നൽകരുത്. കാരണം സമ്പത്ത് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാമിൽ വലിയ പ്രശ്നമുള്ള കാര്യമാണ്. കാരണം സമ്പത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞാൽ ഖിയാമുൽ ലിന്നാസ്, ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് സമ്പത്ത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സമ്പത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? ധൂർത്തനായൊരു പുത്രൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ പുത്രന്റെ അടുത്ത് കൊടുക്കരുത്, സമ്പത്ത് കൊടുക്കാൻ പാടില്ല. ഒന്നും ചെയ്ത് ഒരു കച്ചവടം പൊളിഞ്ഞു, 2ഉം പൊളിഞ്ഞു, 3ഉം 4-മതും പൈസ കൊടുത്താൽ ആരെ തെറ്റാണ്? മകനാണെന്ന് കരുതിയിട്ട് കൊടുക്കരുത്. സമ്പത്ത് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരാളുടെ അടുത്ത് സമ്പത്ത് 1-2 പ്രാവശ്യം കൊടുത്തു പരീക്ഷിക്കും, മനസ്സിലാവാത്തതുണ്ടാവും, വീണ്ടും വീണ്ടും കൊടുത്ത് അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഖിയാമുൽ ലിന്നാസ്, ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണെന്ത്? സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്ര ധാരാളം ഹദ്ദാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരാർത്ഥത്തിൽ ശരിയാ. സൈബർ തട്ടിപ്പുകൾ ഒരു പരം, അതിൽ എത്ര പണമാണ് കൂടെ. അതൊരു കേസ് പുറത്തു വരുമ്പോഴാണ് ഒരൊറ്റ പ്രദേശത്ത് മാത്രം കോടികൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത വിവരങ്ങൾ നമ്മൾ അറിയുന്നത്. അവിടെ എത്രയോ മനുഷ്യർ, പാർപ്പിടങ്ങളില്ലാത്ത മനുഷ്യരുണ്ട്, നേരാ ചൊവ്വ ജീവിക്കാൻ കുടിലുകളില്ലാത്ത മനുഷ്യരുള്ള നാട്ടിലും 10-30 കോടി രൂപ ഇത്തരം കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആളുകൾ. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നഷ്ടമുണ്ടാവുക, സമ്പത്ത് നഷ്ടപ്പെടുത്തുക.
ഞാൻ സൂചിപ്പിച്ചു, ഞാൻ വിശദീകരിക്കുന്നില്ല. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. യഥാർത്ഥ ഉടമസ്ഥാവകാശം ഉണ്ടാവുന്നതിന് മുമ്പ് സാധനങ്ങൾ വെക്കാൻ പാടില്ല. അപ്പൊ ഊഹം, ലന്ന് എന്ന് പറയുന്ന സാധനം, ഒരു സാധനം ഉണ്ട്, കൊണ്ടുതരാം, പൈസ തരൂ എന്നൊന്നും പറഞ്ഞാൽ എന്തില്ല. എന്താണ് സാധനം, അത് ഹലാലാണോ ഹറാമാണോ, അതിന്റെ വാല്യൂ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാവാതെ ഒരു പൈസയും ഒരാളും എന്ത് ചെയ്യരുത്. ശരി, ഇത് നമ്മൾ എത്ര പറഞ്ഞാലും, ഖുർആൻ പഠിച്ചാലും ഹദീസ് പഠിച്ചാലും എത്ര ഖുതുബ കേട്ടാലും പിന്നെയും നമ്മളെ സമ്പത്ത് എന്ത് ചെയ്യും, കൊണ്ടുപോയി നഷ്ടപ്പെടുത്തും. അപ്പൊ സമ്പത്ത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള മനുഷ്യന് അവന്റെ ജനുവിനായ ആഗ്രഹമാണ്. അതിങ്ങനെ ഒരുമിച്ച് കൂട്ടുക. ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. സമ്പത്തിനോട് അതികഠിനമായ സ്നേഹമുള്ള ആളുകളായിരിക്കും അധികം. ഹുബ്ബുദ്ദുന്യ, മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു ഘടകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാലം സമ്പത്തിനോട് ആർത്തി ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് പൈസക്കാരനാവാനാണ് നോക്കുക. റിസ്ക് ഇല്ലാത്ത സമ്പാദ്യം ഇല്ല ഇസ്ലാമിൽ, ഇല്ല. കാരണം പ്രോഫിറ്റ് നിങ്ങൾ എന്തിനാ വാങ്ങണേ, റിസ്കിനാണ്. അതിന്റെ വാല്യൂ നിങ്ങൾ കണക്കാക്കുക റിസ്കിനാണ്. അങ്ങനെ ഇല്ലാതെ സമ്പത്ത് ഉണ്ടാവുക എന്ന് പറയുന്നതിന് എന്തുണ്ടാവും, അബദ്ധങ്ങൾ സംഭവിക്കും. ഹലാലും ഹറാമും നോക്കൂല. അതുകൊണ്ട് തട്ടിപ്പുകൾ ചെന്ന് പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം, വളരെ ജാഗ്രത പാലിക്കും. മറ്റൊന്നാണ് ലോണുകൾ, അനിയന്ത്രിതമായ ലോണുകൾ. ഏത് കാര്യത്തിനും എന്ത് ചെയ്യാം, നിസ്കരിക്കുന്ന ആൾ, നോമ്പൊൽക്കുന്ന ആളൊക്കെ ലോണിന്റെ കാര്യത്തിൽ അയാൾ ഉദാഹരണമായിരിക്കും. ഏത് ബാങ്കിലും പോയി ലോൺ എടുക്കും. ചിലതൊക്കെ മൊത്തം മൂറ്റണ ബാങ്കുകളുണ്ട്, പലിശ അധിഷ്ഠിതമായ ബാങ്കുകളുണ്ട്. ഇപ്പൊ അത് മാത്രമല്ല, ലോൺ ആപ്പുകളുണ്ട്. ബാങ്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല. RBI അംഗീകരിച്ചതല്ലാത്തതുമായ ഒരുപാട് ആപ്പുകളുണ്ട്. ഈ ആപ്പിൽ നിന്ന് 10-20 വയസ്സായ ആളിങ്ങനെ ലോൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി കഴിഞ്ഞാൽ അയാൾക്ക് കൂട്ടാൻ കഴിയില്ല. പിന്നെന്താ ചെയ്യുക, സ്യൂസൈഡ് ചെയ്യും, ആത്മഹത്യ ചെയ്യും. കേരളത്തിൽ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ആത്മഹത്യയിൽ ഒരു കാരണം ഏതാണ്, ലോൺ ആപ്പുകളാണ്. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിന് എന്ത് ചെയ്യാൻ, എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ലോണുകൾ ധാരാളം, ലോണുകൾ എടുക്കുക, ലോൺ എടുത്ത് വീട് വെക്കുക പലിശക്ക്. ആ വീട്ടിൽ നിങ്ങൾ നിസ്കരിച്ചിട്ട് എന്താണ് കാര്യം, ഖുർആൻ പാരായണം ചെയ്തിട്ട് എന്താണ്, പലിശയാണത്. ലോണൊരു പാവപ്പെട്ട മനുഷ്യന് ചോറ് തൊലിക്കാതെ കിടക്കാനൊരു വീടില്ല, ആ മനുഷ്യൻ ബാങ്കിൽ പലിശക്ക് ലോൺ എടുക്കാൻ പോയ അതിന്റെ കുറ്റക്കാരാരാണ്, ആ നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാരാണ്, ആ നാട്ടിലെ മഹല്ല് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഒന്നാമത്തെ ഉത്തരവാദിത്തം ടാപ്പ് പൊട്ടിയ മാറ്റലല്ല, പലിശ ആളുകളെ രക്ഷിക്കലാണ്. പള്ളിക്ക് വരുമാനം ഉണ്ടായ ചെയ്യുന്നതാണ്, മിനാരൊന്ന് പൊളിക്കുക, അത് വേറെ മിനാരാക്കുക, ഇങ്ങനെയാണ് ആളുകൾ ചെയ്യുക. കാർപ്പറ്റ് ഒന്ന് പോരാ തോന്നുമ്പോൾ നല്ല കാർപ്പറ്റ്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ മഹല്ലിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാള് പലിശാധിഷ്ഠിത സ്ഥാപനത്തിലേക്ക് പോയാൽ അയാൾക്ക് പലിശ ഇല്ലാതെ കടം കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന ആരൊക്കെ വിശ്വാസിയുണ്ടോ അയാളൊക്കെ കുറ്റക്കാരാണ്. ഇതാണ് ഇസ്ലാം. ഇസ്ലാം നമസ്കാരം കൊണ്ട് മാത്രം ഇത് പൂർത്തിയാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആർഭാടത്തിൽ ലോൺ എടുക്കുന്ന കാര്യമല്ല ഞാൻ പറയും. ആർഭാടത്തിൽ ലോൺ എടുക്കുന്ന ആളുകളുണ്ട്. തന്റെ സ്റ്റാറ്റസിനനുസരിച്ച് പറ്റുന്ന സ്ക്വയർ ഫീറ്റ് അല്ല വീട്, അപ്പൊ അത് ബാങ്കിൽ ലോൺ എടുക്കാൻ. അതുപോലെ തന്നെ കല്യാണം, തറവാട്ടിലെ കല്യാണം ഇങ്ങനെ നടത്തിയാൽ പറയാം, കല്യാണം ലോൺ എടുത്ത് നടത്തുകയാണ്. ഈ വരുന്ന മനുഷ്യന്മാരെ മുഴുവൻ ഹറാമ് തീറ്റിപ്പിക്കുകയാണ്. കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പൈസക്ക് ലോണ് പോവാൻ. കല്യാണം എന്ന് പറയുന്ന മീസാക്കൻ കല്ലിന്ന് അതിബലിഷ്ഠമായ കരാറാണ്. ആ കരാറിൽ പലിശയുടെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല. കാരണം ജീവിതത്തിന്റെ തുടക്കമാണത്. പഴച്ചു പോയാൽ തലമുറകൾക്കത് ബാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സഹാബികളുടെ കാലത്ത്, താബികളുടെ ഒക്കെ കാലത്ത് അവിടത്തെ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങുമ്പോ പുരുഷനായ ആളോട്, ഭർത്താവിനോട് ഭാര്യ പറയും, യാ സൗജി ഇന്നാ നസ്ബിറു അലൽ ജൂ', വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാം, വലാ നസ്ബിറു അലൻ നാർ, നരകത്തിന്റെ തീ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പോയി പുറത്തു വന്ന് തിരിച്ചു വരുമ്പോ ഒരു നയാ പൈസ വീട്ടിലേക്ക് ഹറാമ് കൊണ്ടുവരരുത് എന്ന് പറയാതെ വീട്ടിൽ നിന്നൊരു കുടുംബനാഥനെയും ഇറക്കി വിടാത്തൊരു കാലം ഈ ഉമ്മത്തിനുണ്ടായിരുന്നു. അതാണ് സലഫുസ് സാലിഹീങ്ങളുടെ കാലം എന്ന് പറയുന്നത്. ഹറാമ് കൊണ്ടരുത് വീട്ടിലേക്ക്.
കാരണം ഹറാം കൊണ്ടുവരുന്ന ആള് മാത്രമല്ല, തിന്നുന്ന ആളൊക്കെ അതിൽ പങ്കാളികളാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഹറാമിന്റെ ഒരു ഏരിയ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യഹ്തമു ഫീഹൽ അമീൻ വയുക്തമനു ഫീഹൽ മുത്തഹി. വിശ്വസ്തനായ മനുഷ്യന് ജീവിതം കുടുസായി പോകുന്ന ഒരു കാലം, തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവൻ മാന്യനായി പോകുന്ന കാലം. ഇതിനാണ് ഖദ്ദാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്. അന്യന്റെ പോക്കറ്റിലുള്ള സമ്പാദ്യം ഹലാലായതിനല്ലാതെ ഒരു നയാ പൈസയും തന്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത വിശ്വാസികളായ ഓരോ മനുഷ്യരും. അതിലൊരു നയാ പൈസ തന്റെ കുട്ടികളുടെ കല്യാണം നടത്തുമ്പോ, തന്റെ വീടുണ്ടാക്കുമ്പോ, അതിന് തറയിടുമ്പോ, തന്റെ നാട്ടിലെ പള്ളി ഉണ്ടാക്കുമ്പോ, ഏത് സംവിധാനം ഉണ്ടാക്കുമ്പോഴും അതില്ല, ചേരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഉണ്ട്. അല്ല, നിങ്ങള് ഹറാമായൊരു പൈസ എന്ത് ചെയ്യരുത്, സ്വതക്ക ചെയ്യാൻ പാടില്ല, തെറ്റാണ്. ഹറാമ് സമ്പാദിച്ചിട്ട് പിന്നെ സ്വതക്കല്ല, നേരത്തെ കഴിഞ്ഞതിൽ ഞാൻ സൂചിപ്പിച്ചാൽ. അതുകൊണ്ട് വളരെയധികം ഷെയർ മാർക്കറ്റ് ആയാലും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആയാലും ലോണുകളായാലും ഇതിലൊക്കെ കുറച്ച് ജാഗ്രത കുറവുണ്ട്. പല ആത്മഹത്യകളുടെ വാർത്തയും ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ചെറുപ്പക്കാർ ചിലതൊക്കെ ലഹരിയുടെ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ലഹരി ഇതിലൊരു ലോണിനെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. വാങ്ങാൻ പൈസ ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ മോഷ്ടിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആപ്പൊന്ന് എടുക്കണം. എടുത്തിട്ട് പിന്നെ അത് വീട്ടാൻ പറ്റില്ല. അപ്പൊ നനഞ്ഞ് കുളിരക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ആകുമ്പോൾ പിന്നെ എടുക്കും, പിന്നെ അത് വീട്ടാൻ കഴിയാത്തൊരവസ്ഥ. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് നമ്മളോ നമ്മുടെ കുടുംബങ്ങളോ എത്തുന്നില്ല എന്ന ജാഗ്രതയാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ ജാഗ്രത. പടച്ച തമ്പുരാൻ നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ ഇടപാടുകളെ, ഭക്ഷണത്തെ ഹറാമിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.